പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ ആഘോഷിക്കാൻ തയ്യാറായിക്കോളൂ. സഞ്ജു സാംസൺ സിംബാബ്വെക്കെതിരെ കളിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇന്ത്യൻ ടീമിൽ നിന്നും കിട്ടുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് പ്രകാരം ടീം ലൈനപ്പിൽ സഞ്ജു സാംസൺ ഉണ്ടാകും. അതിന് പ്രധാനപ്പെട്ട കാരണം റിങ്കു സിംഗിന്റെ അഭാവം തന്നെയാണ്. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ റിങ്കു സിംഗ് കളിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്കും കൂടി എത്തിയിരിക്കുന്നു. നമ്മൾ ഏവരും കാത്തിരുന്ന വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ടീമിലേക്ക് തിരികെ വരാനായി ഒരുങ്ങുന്നു. അങ്ങനെ രണ്ട് സുപ്രധാന നീക്കങ്ങൾ സംഭവിക്കുന്നു. സൂപ്പർ താരം തിലക് വർമ്മ പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് തിലക് വർമ്മ പരിക്കിൽ നിൽക്കുകയായിരുന്നു. ആ പരിക്കിൽ നിന്നും ഇപ്പോഴും മുക്തനായിട്ടില്ല. ടീമിലെ മീറ്റിങ്ങുകളിൽ തിലക് വർമ്മ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ പറയുന്നത് അൺഒഫീഷ്യലി കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താൻ നിലവിൽ മാനസിക സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സൂപ്പർ 8 പോലൊരു മത്സരത്തിൽ നിലവിൽ താൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുവെന്ന് തിലക് വർമ്മ അറിയിച്ചിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അങ്ങനെ പക്ഷത്തിലാണ് സഞ്ജു സാംസൺ ടീമിലേക്ക് വരുന്നത്. വാഷിംഗ്ടൺ സുന്ദറിനെയും മാറ്റാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി വരും. റിങ്കു സിംഗിന് പകരം കുൽദീപ് യാദവ് ടീമിലേക്ക് ഇടം പിടിക്കുമോ എന്ന് നോക്കണം. ചെന്നൈയാണ് ഗ്രൗണ്ട്, സ്പിന്നിന് അനുകൂലമാണ്. കുൽദീപ് വന്നാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ നമ്മളെവരും ഉറ്റുനോക്കിയിരുന്ന സഞ്ജു സാംസൺ തിരികെ വരാൻ പോവാണ്. സഞ്ജു ഇത്തവണയെങ്കിലും പിഴക്കല്ലേ, ഇത്തവണയൊക്കെ താളം കിട്ടണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മലയാളി സമൂഹം എന്നത് എടുത്തു പറയേണ്ടി വരും. നമീബിക്കെതിരെ അഭിഷേക് ശർമ്മയുടെ വൈയായിക മൂലം മാത്രം കളിക്കാനിറങ്ങിയ സഞ്ജു പക്ഷേ ആ അവസരം മുതലാക്കി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 8 പന്തുകളിൽ 22 റൺസ് നേടുന്നു. സ്ട്രൈക്ക് റേറ്റ് ഓഫ് 270 എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിനകത്ത് 3 6ഉം 1 4ഉം. പക്ഷേ ടീം വിന്നിംഗ് കോമ്പിനേഷനുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രം അഭിഷേക് ശർമ്മ തിരികെ വന്നതുകൊണ്ടും സഞ്ജുവിന് മാറേണ്ട ഒരു സാഹചര്യം വന്നു. ഒരുപക്ഷെ ന്യൂസിലൻഡ് സീരീസിൽ സഞ്ജു കുറച്ചുകൂടി ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ സഞ്ജുവിനെ അങ്ങനെ എടുത്തു മാറ്റില്ലായിരുന്നു. പക്ഷേ സഞ്ജുവിനെ മാറ്റിയതിൻ്റെ നിലപാട് മലയാളികൾ പോലും എതിർത്ത് പറഞ്ഞില്ല. കാരണം സഞ്ജു ഔട്ട് ഓഫ് ഫോം ആയിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷേ നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളുടെ ഫോം കാണുമ്പോൾ ഇതിനേക്കാൾ ഭേദം സഞ്ജു സാംസൺ ആണെന്ന് മാറ്റി പറയിക്കാനും പറ്റി എന്നത് തന്നെ പറയേണ്ടി വരും. എന്തായാലും തിലക് വർമ്മ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൻ്റെ എങ്ങനെയായിരിക്കും മാറുക എന്നത് നമുക്ക് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസൺ വരികയാണെങ്കിൽ അദ്ദേഹം ഓപ്പണറായിട്ട് തന്നെ കളിക്കുമോ? ടീമിലുണ്ടാകും, പക്ഷേ ഏത് പൊസിഷൻ എന്നത് വ്യക്തമല്ല. കാരണം സഞ്ജു കളിക്കുകയാണെങ്കിൽ സഞ്ജു ഉറപ്പായിട്ടും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വേണ്ടി തന്നെയാണ് ഇന്ത്യൻ ടീം എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാൾ മാറണമല്ലോ. അതായത് അഭിഷേക് ശർമ്മയെ മാറ്റാനുള്ള ഒരു നിലപാടിലേക്കും ടീം പോകുന്നില്ല. കാരണം നിലവിൽ ഇന്ത്യൻ ICC T20 റാങ്കിങ്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ് അഭിഷേക്. 3 ഡക്ക എന്നും കഴിഞ്ഞ മത്സരത്തിൽ വെറും 15 റണ്ണൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ പോലും അഭിഷേകിനെ തൊടാൻ മാനേജ്മെൻറ്റോ ക്യാപ്റ്റനോ തയ്യാറാകുന്നില്ലാത്തതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ വരും. അഭിഷേക് ശർമ്മ സിംബാബ്വെക്കെതിരെ കളിക്കും. ഒരു മികച്ച തുടക്കം അഭിഷേകും നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പകരം ഇന്ന 3ൽ ആര് വരും? തിലക് വർമ്മയുടെ സ്ലോട്ടിൽ ആരാണ് വരാൻ പോകുന്നത്? ഇഷാൻ കിഷനാണോ സഞ്ജു സാംസൺ ആണോ ആരാണ് വരാൻ പോകുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇഫ് തിലക് സ്റ്റെപ്സ് ഡൗൺ എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കണം. തിലക്കുമായിട്ടുള്ള സമവായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ സംഘർഷാവസ്ഥ തുടരുന്നു, അങ്ങനൊരു സാധ്യത തന്നെയാണ് ഉണ്ടാകുന്നത്. അതിപ്പോൾ പാകിസ്ഥാൻ പ്ലേയേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം മാത്രമല്ല, പല ഇൻസൈഡ് റിപ്പോർട്ട്സും പ്രകാരം ഇന്ത്യൻ ടീം തിരിച്ചു വരണമെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനൊരു വളരെയധികം സംഘർഷമായി നിൽക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് താനും. കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് മൊമെൻറ്റം കിട്ടുക എന്നത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ എന്തായാലും മലയാളികളുടെ ആഗ്രഹപ്രകാരം പോലെ തന്നെ സഞ്ജു സാംസൺ തിരികെ വരാൻ പോവുകയാണ്. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും റിങ്കു സിംഗിൻ്റെ പിതാവിന് ലിവർ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് റിങ്കു നാട്ടിലേക്ക് പോയത്. അതൊരിക്കലും സന്തോഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക തന്നെയാണ് പ്രേക്ഷകർ. അതുകൊണ്ട് റിങ്കു സിംഗിൻ്റെ ആ അഭാവം ഉറപ്പായിട്ടും അങ്ങനെ സന്തോഷിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അത് കാരണം സഞ്ജു സാംസൺ ഒരു അവസരം കിട്ടുന്നു എന്നത് പറയുമ്പോഴേക്കും അതിൽ സഞ്ജു കളിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രമാണ് അതിനകത്തൊരു സന്തോഷം ഉണ്ടാകുന്നത് എന്നതും കൂടി പറയേണ്ടി വരും. അല്ലാതെ റിങ്കു മാറി നിൽക്കുന്നത് കൊണ്ടല്ല. റിങ്കുവിന് തീർച്ചയായും ഈ ടൂർണമെൻറ്റിൽ വലിയ പ്രകടനം ബാറ്റ് കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും മികച്ച ഫീൽഡർ തന്നെയായിരുന്നു റിങ്കു സിംഗ്. ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഏകദേശം ഒരു 50 റണ്ണോളം റിങ്കു സേവ് ചെയ്തിട്ടുണ്ടാവും. ഒരു മാച്ചിൽ ഒരു ആവറേജ് ഓഫ് അറൗണ്ട് 10 മുതൽ 12 റൺ വരെ റിങ്കു സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിങ്കു ഏകദേശം ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി 50 റണ്ണെങ്കിലും സേവ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കുറച്ച് കാണാൻ കഴിയില്ല. മികച്ച ഫീൽഡിംഗ് റിങ്കുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സഞ്ജു തിരികെ വരികയാണ്. അതാണ് നമുക്കൊരു സന്തോഷകരമായ കാര്യം, ഒരു ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യം തന്നെ. എന്തായാലും എന്തൊക്കെ ഉറപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോലും അവസാന നിമിഷം ടീമുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
നാളെ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. രാത്രി 7 മണിക്ക്. സൂര്യകുമാർ യാദവ് ടോസ് സമയത്ത് ഇന്ത്യൻ ടീമിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ ഇത് ഒഫീഷ്യൽ ആവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഓൺ പേപ്പേഴ്സിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം പല വെബ്സൈറ്റുകളിൽ നിന്നും പല രീതിയിൽ നിന്നും കിട്ടുമ്പോഴാണ് സഞ്ജു സാംസൺ ഇസ് ഗോണ ബി ബാക്ക് എന്നതും കൂടി പറയുന്നുണ്ട്. പല എക്സ്പേർട്സും താരങ്ങളും രവിശാസ്ത്രി ഉൾപ്പെടെയുള്ളവർ സഞ്ജുവിന് വരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് സഞ്ജുവിൻ്റെ ടീമിലേക്ക് തിരികെ നമീബിയയ്ക്ക് ശേഷം ഇപ്പോൾ സിംബാബ്വെക്കെതിരെ ഒരു അവസരവും കൂടി കിട്ടുന്ന കളം ഒരുങ്ങുന്നത്. സഞ്ജു ഇത്തവണയെങ്കിലും പിഴയ്ക്കല്ലേ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.